കർത്താവിൽ പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. നമ്മൾ ഒരിക്കൽ കൂടി നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ചെറിയൊരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് അതികഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉരിയാടാതെ ഊമനായിരുന്നു. എന്നാൽ കപടഭക്തന്മാർ തൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തപ്പോൾ ക്ഷമാശീലനായിരുന്ന യേശു പോലും കോപാകുലനായി മാറി. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ ക്രിസ്തുവിനെ പോലും വേദനിപ്പിക്കുന്ന ഒന്നാണ് കപടഭക്തി. ആകയാൽ പ്രിയരെ, പാപികളെ സ്നേഹിച്ച കർത്താവ് കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതമെന്ന് വിളിച്ചു പറഞ്ഞത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആകയാൽ മാനവരാശിയുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും രോഗങ്ങൾക്കും പരിഹാരമായി നമ്മുടെ കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ നോമ്പ് ദിനങ്ങളിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്ന വചനമനുസരിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പ്രിയരെ, അതിലളിതമായ ഭാഷയിലാണ് യേശുക്രിസ്തു നമ്മോട് സംസാരിച്ചത്. എന്നിട്ടും ചില സന്ദർഭങ്ങളിൽ നമ്മിൽ ചിലർ പറയുന്നു, വേദപുസ്തകം വായിച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന്. അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം 2 പത്രോസ് 3:15-16 വാക്യങ്ങളിൽ പറയുന്നു, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അതെ, വേദപുസ്തകത്തിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, ശത്രുക്കളെ സ്നേഹിപ്പിൻ, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വിൻ, വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കാതിരിപ്പിൻ എന്നിങ്ങനെയുള്ള ക്രിസ്തുമൊഴികൾ ഗ്രഹിപ്പാൻ യാതൊരു പ്രയാസവുമില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. ആകയാൽ ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിന് പകരം നൽകുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ, യാക്കോബ് 1:22 എന്ന വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് നമുക്ക് ഏറെ നല്ലത്. ഈ നോമ്പിൻ്റെ നാളുകളിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആയതിന് ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.